മാഷ നമസ്കാരം. സാർ നമസ്കാരം. രാഹുൽ ഈശ്വർ 16 ദിവസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി. സൈബർ അധിക്ഷേപ കേസിലാണ് അദ്ദേഹം ജയിലിലായത്. കോടതി കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടായിരിക്കും. കോടതിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. കോടതി ശിക്ഷിച്ചു. 16 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതിലും വലിയ കുറ്റമാണിപ്പോൾ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. അതായത് കോടതി വെറുതെ വിട്ട ഒരാൾ, പ്രതി അല്ല എന്ന് പറഞ്ഞ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് നിരന്തരം അങ്ങ് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയാണ്. ഇത് കോടതി അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വർ 16 ദിവസം കിടന്നെങ്കിൽ അതുപോലെ അകത്താവേണ്ട കേസല്ലേ ഭാഗ്യലക്ഷ്മിയും കാണിക്കുന്നത്? തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മിയുടെയും രാഹുൽ ഈശ്വറിൻ്റെയും കേസുകൾ തമ്മിൽ സാമ്യമുണ്ട്, വൈരുദ്ധ്യമുണ്ട്. സാമ്യം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കോടതിക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ ഈശ്വർ പക്ഷേ സംസാരിച്ചത് വിധി വരുന്നതിന് മുമ്പേ തുടങ്ങി. അദ്ദേഹത്തിന് നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഓർമ്മയില്ലേ, അന്ന് തൊട്ട് ദിലീപ് ഉൾപ്പെടെ പ്രതി ആയ കാലത്തും പ്രതിയാകുന്നതിന് മുമ്പും ദിലീപ് നിരപരാധിയാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റേബിളായ നിലപാട് സൂക്ഷിച്ച ഒരാളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തോട് എന്തൊക്കെ വിയോജിപ്പുള്ളപ്പോഴും അദ്ദേഹം ഇക്കാര്യത്തിൽ മാറ്റി നിലപാടെടുത്തിട്ടില്ല. മറ്റു പല കാര്യങ്ങളിലും എടുത്തതുപോലെ ഇതിലെടുത്തിട്ടില്ല. അക്കാര്യത്തിൽ ബഹുമാനിക്കണം. പക്ഷേ പ്രശ്നം കോടതി വിധി പറഞ്ഞതിന് ശേഷം ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് കോടതി അംഗീകരിച്ച നിലപാടായി. ദിലീപിനെ വെറുതെ വിട്ടു. ആ അർത്ഥത്തിൽ ഒരു ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അനുസരിച്ച് അദ്ദേഹം പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു താല്പര്യങ്ങളാൽ അദ്ദേഹത്തിന് ദിലീപിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒക്കെ പറഞ്ഞതായിരിക്കാം. എന്തായാലും രാഹുൽ ഈശ്വർ പറഞ്ഞു വന്ന കാര്യങ്ങൾ കോടതി ശരിവെച്ചു എന്ന് വേണം നമുക്ക് വായിക്കാൻ. ആ അർത്ഥത്തിൽ കോടതി അലക്ഷ്യത്തിന് ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള കുറ്റവും നമുക്ക് ആരോപിക്കാനാവില്ല. അതുകൊണ്ട് അത് ബോധ്യപ്പെടാൻ ഒരു പക്ഷേ ഏതാനും ദിവസങ്ങൾ എടുത്തു കോടതിക്ക്. എങ്കിലും ജാമ്യം കിട്ടാൻ അങ്ങനെയുള്ള അകത്തായാൽ എളുപ്പമല്ലല്ലോ പുറത്തിറങ്ങി വരാൻ. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പുറത്തു വന്നത് ന്യായം മാത്രമാണെന്നേ ഞാൻ പറയൂ. നിയമത്തിൻ്റെ മുമ്പിൽ നിയമത്തെ അനുസരിക്കാൻ എപ്പോഴും ഔത്സുക്യമുള്ള ഒരാളെന്ന നിലയിൽ. എന്നാൽ ഭാഗ്യലക്ഷ്മിയുടെ കേസ് അതല്ല. ഭാഗ്യലക്ഷ്മി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയത് എന്നായാലും ഇപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി അവർ സംസാരിക്കാൻ തുടങ്ങിയത് WCC ഉണ്ടായ കാലം തൊട്ടുണ്ട്. അത് തെറ്റല്ല. ഏതുവരെ? കോടതി വിധി വരുന്നത് വരെ. കോടതി വിധിക്ക് ശേഷം ഏകപക്ഷീയമായി കോടതിക്കെതിരായി അതിരൂക്ഷമായ ഭാഷയിൽ നിയമത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഭരണകൂടത്തെയും നമ്മുടെ നീതിന്യായ പീഠത്തെയും ധിക്കരിച്ചുകൊണ്ട് ഈ ഭാഗ്യലക്ഷ്മി എന്ന കഥാപാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ അങ്ങേയറ്റം കുറ്റകരമാണ്. ഒരു തർക്കവുമില്ല. കുറ്റകരമാണെന്ന് മാത്രമല്ല അത് കോടതി അലക്ഷ്യവുമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിയമത്തിലെ ചില വിദഗ്ധന്മാരുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. സമയമെടുത്താലും ഭാഗ്യലക്ഷ്മി അകത്താവും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. കാരണം ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം ഇതുണ്ടാക്കുന്ന അപകടം എന്താണെന്നറിയോ? ഭാഗ്യലക്ഷ്മി ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളാണ്. അതിജീവിത മറ്റൊരു സ്റ്റാറാണ്. ഇനി മുതൽ അതിജീവിത എന്ന് പറയേണ്ടതില്ല. അവർ പേര് പറഞ്ഞോളാൻ അവർ സമ്മതം കൊടുത്തു. ഇന്നിപ്പോൾ പല പത്രങ്ങളുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിലെ പ്രധാന വാർത്ത അവരുടെ പേര് വെച്ച് തന്നെയാണ്. നമ്മളിനിയിപ്പോൾ നമുക്ക് നേരിട്ട് കൺസെന്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം പറഞ്ഞു തുടങ്ങണ്ട. തീർച്ചയായിട്ടും നമ്മൾ അതിജീവിതയെ ബഹുമാനിച്ച് പറയുന്നില്ല. തൽക്കാലം ബഹുമാനിച്ചുകൊണ്ട് പറയുന്നില്ല. രണ്ട്, അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് അറിയുന്നത് ഇതിൻ്റെ അപകടം എന്താണെന്നറിയോ? ഈ കേസിൽ എല്ലാവരും സ്റ്റാർ വാല്യൂ ഉള്ളവരാണ്. 8ാം പ്രതി ദിലീപ് സൂപ്പർ സ്റ്റാറാണ്. അപ്പുറത്ത് ദിലീപിനെതിരായി പ്രസ്താവനയായിട്ട് വന്ന മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാറാണ്. അതിജീവിതയെ ഒട്ടും മോശമല്ലാത്ത സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളാണ്. ഈ സ്റ്റാർ വാല്യൂ ഉള്ളവരുടെ കേസിൽ ഒരു കോടതിക്ക് മുമ്പിൽ വരുമ്പോൾ ആ കോടതിക്കെതിരായി, കോടതിയുടെ വിധിക്കെതിരായി, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി, കുറ്റപത്രത്തിനെതിരായി, ജഡ്ജ്മെൻറ്റിനെതിരായി, പ്രോസിക്യൂഷനെതിരായി, സാക്ഷികൾക്കെതിരായി, മൊത്തത്തിൽ കോടതി എന്ന സ്ഥാപനം നമ്മുടെ ഭരണഘടന ഒരു ശരാശരി ഇന്ത്യൻ പൗരന് കൊടുക്കുന്ന ഏറ്റവും അവസാനത്തെ അഭയമാണ്, സുരക്ഷയാണ്, നീതി തേടി ചെല്ലാവുന്ന സ്ഥലമാണ്. ആ സ്ഥാപനത്തെ പരസ്യമായി ലംഘിക്കാനും ചോദ്യം ചെയ്യാനും കളിയാക്കാനും ധിക്കരിക്കാനും നടത്തുന്ന നീക്കമായിട്ട് വേണം ഇതിനെ കോടതി കാണാൻ. അങ്ങനെ കാണുമ്പോൾ എനിക്ക് യാതൊരു സംശയവും ഇല്ല. എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നമുള്ളത് ഈ കോടതി വിധി, ഈ കോടതി കീഴ്ക്കോടതിയാണ്. നേരിട്ട് കോടതി അലക്ഷ്യ കേസെടുക്കാൻ ഹൈക്കോടതിക്കോ അതിന് മുകളിലുള്ള കോടതികൾക്കേ അധികാരമുള്ളൂ. അപ്പോൾ ഇത് ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്യണം. ഇവിടുത്തെ ജഡ്ജി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ജഡ്ജി യാതൊരു തരത്തിലുള്ള കറപ്ഷൻ്റെയും ചരിത്രമില്ലാത്ത ജഡ്ജിയാണ്. അത്രേ വളരെ വളരെ സേഫായിട്ടുള്ള മീൻസ് ഓണസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിയാണ്. ക്ലിയർ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ജഡ്ജിയാണ്. ആ ജഡ്ജി അത് ന്യായമായും ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്യും. ഹൈക്കോടതിക്ക് കോടതി അലക്ഷ്യ കേസ് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് സമയം ഈ വ്യാഴാഴ്ച പരിഗണിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിക്കെതിരെ ഉൾപ്പെടെ, ഭാഗ്യലക്ഷ്മി മാത്രമാവില്ല, ആ കൂട്ടത്തിൽ കൂട്ടിയേർന്ന് ഈ വളരെ ഉച്ചത്തിലും പതുക്കെയും ഒക്കെ ആ ഒരു താളത്തിൽ തുള്ളിയ കുറേ പേരുണ്ട്. ഒക്കെ അകത്താവേണ്ടതാണ്. എല്ലാവർക്കും എതിരെ കേസെടുക്കേണ്ടതാണെന്ന് തന്നെ ആണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് അറിവില്ലാത്തത് കൊണ്ടല്ല സാർ,
അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. അതിനകത്ത് എന്തൊക്കെ പ്രയോജനം ഉണ്ടെന്നുള്ള കാര്യം ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയാൽ മനസ്സിലാവുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒരാൾ രാഹുൽ ഈശ്വർ ഈ അദ്ദേഹം നിയമജ്ഞനാണ്, സുപ്രീം കോടതി വക്കീലന്മാരെക്കാട്ടി ഉയർന്ന അർത്ഥത്തിൽ ആളാണ്, വലിയ പഠിത്തമുള്ള ആളാണ്, അവകാശപ്പെടുന്നത്. അതല്ല, നമ്മളിതിനകത്തൊന്നും തർക്കം പറയുന്നില്ല, ആളുള്ള. പക്ഷെ അദ്ദേഹം ഈ സാറ് പറഞ്ഞതുപോലെ ദിലീപിന് വേണ്ടി വാദിക്കുന്നു അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പം അയാളുടെ ഭാഗം എന്ന് പറയുന്നത് ദിലീപ് രക്ഷപ്പെടും. പക്ഷെ അന്നേരവും രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ സാർ, കോടതിയിലിരിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റൊന്നും പറയുന്നില്ല, എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് രക്ഷപ്പെടും. അപ്പോൾ കോടതിയെ അദ്ദേഹം അവിടെ ബഹുമാനിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പല കേസുകളിലും ഇതുപോലെ പുരുഷന്മാരുടെ മാങ്കൂട്ടത്തിന്റെ കേസിനകത്ത് പുള്ളി കോടതി വിധി. അപ്പൊ മാങ്കൂട്ടത്തിന്റെ കേസിനകത്ത് പുള്ളി പറ്റിയ അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ അതിജീവത ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിജീവയുടെ പേരൊന്നും പറയില്ല. അതിജീവതയുടെ ഫോട്ടോ ആരാണ്ട് എടുത്തിട്ടത് അതെടുത്ത് പുള്ളിയുടെ ലാപ്ടോപ്പിൽ കൂടെ ഇങ്ങനെ കാണിച്ചു. മതിയല്ലോ, പുള്ളി അടിച്ച് ഞാനല്ല കാണിക്കുന്ന കേട്ടോ, ഞാനല്ല, പക്ഷെ പുള്ളിയുടെ ലാപ്ടോപ്പിൽ ഇവിടെ അത് കാണുന്നത്. പത്തനംതിട്ട ആലപ്പുഴയില്ല, ചെങ്ങന്നൂർ, അതുമെല്ലാം ഇപ്പൊ നിൽക്കുന്ന തിരുവനന്തപുരത്തും. അപ്പൊ അപ്പൊ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പുള്ളിയെ വൈകിട്ട് വിളിച്ചുകൊണ്ട് പോയി. വീണ്ടും അബദ്ധം പറ്റി. ഒരു കൊല്ലമേ ഉള്ളൂ പുള്ളി. ഞാൻ പറഞ്ഞില്ലേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമായിട്ടുള്ള ആൾ. ഒരു കൊല്ലമേ ഉള്ളൂ ഈ കേസ് വിധിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിട്ട് ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെയും ഒരു ദിവസം പോലും ആവശ്യമില്ലാതെ ജയിലിലിടാൻ പാടില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം റിമാൻഡ് ചെയ്യുക. വൈകിട്ട് ജാമ്യം കിട്ടുമെന്ന് പുള്ളിക്ക് പറയാം. അവിടെ ചെന്നിട്ട് പുള്ളി എന്നാ ഒരു പണി ചെയ്താൽ മതിയായിരുന്നു, വക്കീലിനെ കൊണ്ട് പോകണ്ട, നമുക്കില്ലെങ്കിൽ നമ്മളോടാ പുള്ളി, അദ്ദേഹം മജിസ്ട്രേറ്റ് ആണെങ്കിൽ എന്നോടാ ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്തെങ്കിലും പറയാനുള്ളത്. ഇത് ഇപ്പുറത്ത് രാത്തവങ്കരം അയത്ത് നിൽക്കുവാന്നുണ്ട്. ഒന്നോന്തരം വക്കീല, തിരുവനന്തപുരത്തെ പ്രസിഡന്റായിട്ട് വക്കീല, ഏത് കേസ് കൊടുക്കും കൈകാര്യം ചെയ്യും, ജാമ്യം മേടിച്ചു കൊടുക്കും. അയത്ത് പറഞ്ഞ് കിട്ടൂടെ എവിടെ ഇദ്ദേഹം. അവിടെ ചെന്നിട്ട് അയത്തിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചോ പറഞ്ഞു, ഒരു 30 സെക്കൻഡ് സാർ, 30 വേണ്ട 14 ദിവസം, ഇപ്പൊ 16 ദിവസം അത് കിടന്നല്ലോ. 16 ദിവസം കിടന്നു. അത് ഞാൻ സരസമായിട്ട് പറഞ്ഞെങ്കിലും ഇതാണ് രാഹുൽ ഈശ്വറിന് പറ്റിയ അബദ്ധം. പക്ഷേ അയാൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞതുപോലെ എന്തിനോ വേണ്ടി, എനിക്കറിയത്തില്ല എന്തിനു വേണ്ടിയത്, പണത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വ്യക്തതയില്ല. എന്തിനോ വേണ്ടി ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ അദ്ദേഹം പണത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ പിന്നീട് മനഃശാസ്ത്ര വിദഗ്ധന്മാരായ ചിലർ പറയുന്നത് ഇതൊരു മനോരോഗം കൂടിയാണ്. നമുക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്ന്. അതായത് നമ്മൾ ഇപ്പോൾ 2 പേര് കൂടിയിരിക്കുമ്പോൾ ഞാനും സാറുമാണെങ്കിൽ സാറിനേക്കാൾ കേമൻ ഞാനാണ് തെളിയിക്കാനുള്ള വാദം. 3 പേരുണ്ടാകുമ്പോൾ 3 പേരിൽ കേമൻ, 40 പേരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കേമൻ. എല്ലാ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ പാർട്ടി പ്രതിനിധികളെക്കാളും കേമൻ എന്ന് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. RSSകാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയുള്ള ചർച്ചയിൽ 3 പേരിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഇയാൾ സംസാരിക്കും. എന്നാൽ RSSകാരോട് മുഖാമുഖം നിൽക്കുമ്പോഴോ അവർക്കെതിരായിരിക്കും. അപ്പൊ ബാക്കിയുള്ളവർ പറയും ഇവൻ RSS ആണെന്ന്. പക്ഷെ RSSകാർ കൂടി ഇരിക്കുമ്പോൾ ഇതൊരു മനോരോഗമാണെന്ന് ഈടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു രോഗത്തിന്റെ ആനുകൂല്യം കൂടി ആ സഹോദരൻ കൊടുക്കണം. നമുക്ക് എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അപ്പം എന്തായാലും ശകലം അല്ല, ഞാൻ പറയാം, എനിക്ക് പരിചയമുള്ള ആളാണ്, എനിക്ക് എൻ്റെ സുഹൃത്താണ്, വേണ്ടപ്പെട്ട ആള്. എന്തായാലും ശകലം കുറവ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 16 ദിവസം കഴിഞ്ഞല്ലോ. അപ്പം അല്ല, ശകലം കുറവ് കാണും. കോടതി എന്തുവാണെന്നും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ചില സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കണം. രണ്ടാമത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം, ഈ പറയുന്നത് പോലെ അല്ല രാഹുൽ ഈശ്വർ സാർ പറയുന്നത് പോലെ. പക്ഷെ മറ്റേത് കൃത്യമായ ഒരു ഉദ്ദേശത്തിൽ കൂടിയാണിത് പോകുന്നത്. ഇതിനകത്ത് നമ്മളെല്ലാം പറഞ്ഞിട്ടില്ല, ദിലീപ് ചെയ്തത് നമ്മൾ അതിജീവിതയുടെ കൂടെ തന്നെയാണ്. ആര് ചെയ്തതും ആ കുറ്റം നമ്മൾ പറയുന്നത് പോലെയാണെങ്കിൽ തെറ്റ് തന്നെയാണ്. അതിനകത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് അവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ നമ്മളുടെ സംവിധാനങ്ങൾ ഇഴകേറി പരിശോധിച്ചെന്ന് പറഞ്ഞാൽ സാർ അതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നില്ല. സാർ പറഞ്ഞതുപോലെ എല്ലാ സെലിബ്രിറ്റികളാണ്, എല്ലാവരും ഒന്നുക്കൊന്നും വെച്ചോ. ഇതിന്റെ പുറകിൽ ഇവർ പറഞ്ഞതുപോലെ മജിസ്ട്രേറ്റിനെ വെച്ചു, ഹണി വർഗീസിനെയാണ് വെച്ചത്. സാർ ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, ഏറ്റവും നല്ല മജിസ്ട്രേറ്റിനെ വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം ട്രാക്ക് റെക്കോർഡ് നോക്കി തന്നെ മജിസ്ട്രേറ്റിനെ വെച്ച് അറിയാമോ. അത് കഴിഞ്ഞിട്ട് പ്രോസിക്യൂട്ടർമാരെ വെച്ചു. ഈ അതിജീവിത പറഞ്ഞതനുസരിച്ച് അതുപോലെ അടച്ചിട്ട മുറിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഇതിന്റെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു പഴുതുമില്ലാതെ ഈ പറഞ്ഞതുപോലെ അന്വേഷിച്ച കേസ് ഇപ്പം വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു? 2000 പേര് ഇത് കഴിഞ്ഞിട്ടും ഈ ജോലി എടുക്കുമ്പോൾ ആ ജോലിക്ക് പിറകിൽ അത് എടുപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. മാത്രമല്ല സാറ് പറഞ്ഞതുപോലെ ഞാൻ അത് അനുകൂലിക്കുന്നു. ഇത് എന്തോ സാറേ, നമ്മുടെ സംവിധാനങ്ങളില്ലേ സാറേ, നമ്മൾ അതിനെ ബഹുമാനിച്ചല്ലേ പോകുന്നത്. നമുക്ക് ഭരണഘടനയില്ലേ, കോടതിയില്ലേ, പോലീസില്ലേ, ഇതെല്ലാം ഉള്ളത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇതിനകത്ത് ഈ സംവിധാനത്തിനെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല.
ഈ സംവിധാനം ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടി രാജ്യത്ത് അത്തരത്തിലുള്ള അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികളാണോ? അതേ പാറ്റേണിലാണല്ലോ ഭാഗ്യലക്ഷ്മി പോകുന്നത്. ഭാഗ്യലക്ഷ്മി പരസ്യമായിട്ട് ഇറങ്ങുന്നു, ആളെ കൂട്ടുന്നു, കോടതി പറയുന്നത് ശരിയല്ല എന്ന് വരുന്നു. അതിന്റെ കൂടെ ഇന്നലെ മഞ്ജു വാര്യർ പറഞ്ഞു, പറയാതെ പറഞ്ഞു. അതിന്റെ കൂടെ ഇന്ന് അദ്ദേഹം പൃഥ്വിരാജ് പറഞ്ഞു. ഇതിന്റെ കൂടെ പലരും അറിയോ, ഇന്നലെ വണ്ടിയെ കയറിയ സാധാരണക്കാരൻ പറഞ്ഞു. എന്തിനു വേണ്ടി പറയുന്നു? സിനിമ കാണാൻ പറ്റില്ല. എന്തിനു വേണ്ടി പറയുന്നറിയാം? ആര് പറഞ്ഞാലും അവൻ സെലിബ്രിറ്റി ആവുക. ദിലീപിനെതിരെ ആര് പറഞ്ഞാലും സെലിബ്രിറ്റി. അതിന്റെ പുറകിൽ ആരാ? മാധ്യമങ്ങളാ. റോഡിൽ നിന്ന് പറയുന്നു, ജഡ്ജി എഴുന്നേറ്റിരിക്കുന്നു, അവൻ സെലിബ്രിറ്റി ആവുന്നു. അപ്പൊ ഇത് വല്ലാത്തൊരു മെസ്സേജാ കൊടുക്കുന്നത്. കാരണം ഒരു കാര്യം കൂടി പറഞ്ഞാൽ പൂർത്തിയാവും. കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പോ ഭാഗ്യലക്ഷ്മി കാണിക്കേണ്ടിയിരുന്ന നിയമത്തെ കുറിച്ചുള്ള വല്ല ബഹുമാനം അവർക്കുണ്ടെങ്കിൽ പാലിക്കേണ്ടിയിരുന്ന ഒരു മര്യാദ അവർക്ക് പറയാനുള്ളത്, അവർ സംസാരിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണല്ലോ, അതിജീവിതയ്ക്ക് വേണ്ടിയാണ്. അതിജീവിതയെ കൊണ്ട് പറയിപ്പിക്കാമായിരുന്നു. അതിജീവിത പറഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് വിശ്വസിക്കാവും, നമുക്ക് ആകെ കേൾക്കാൻ ബാധ്യതയുള്ള ഈ കോടതിയിൽ നീതി തേടിയതാരാണ്? അതിജീവിതയാണ്. അവർക്ക് ഈ വിധിയെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ലതാവില്ല. കാരണം അവർ ഉദ്ദേശിച്ച പ്രതികളൊന്നും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവർക്ക് വിയോജിപ്പ് പറയാനുണ്ടാവും. ഇന്നത്തെ അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളിലെ 1-ാം പേജിലെ വാർത്തയാണ്. അതിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നമുക്കും അറിയാൻ താല്പര്യമുള്ളതാണ്. അതൊരു പക്ഷേ ഇനി പറയേണ്ടത് മേൽക്കോടതിയിലെ അവർ അപ്പീൽ പോകുമ്പോഴാണ്. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാറ് പറഞ്ഞതിൽ നിന്ന് ചെറിയ ക്ലാരിറ്റി എനിക്കും ആവശ്യമുള്ള കേസാണ്. ഒന്ന്, ഈ കോടതിയിൽ അവരുടെ പെൻഡ്രൈവ് ഉണ്ടല്ലോ, എന്താണത്, മെമ്മറി കാർഡ് 3 തവണ ഇല്ലീഗലായി, നിയമവിരുദ്ധമായി പുറമെയുള്ളവർക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കോടതി അത് ചെവിക്കൊണ്ടില്ല. ഒന്ന്. രണ്ടാമത്, ഗവൺമെൻറ് നിയമിച്ച പ്രോസിക്യൂട്ടർമാർ 2 പ്രോസിക്യൂട്ടർമാർ സ്ഥാനം ഒഴിഞ്ഞുപോയി. എന്തേ പോയി എന്ന് ഇവർ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു അത്രേ, ഈ കോടതിയിൽ നിന്നും ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നില്ല, കോടതി വിശദീകരിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, അങ്ങനെ വന്നപ്പോൾ ഈ കോടതിയിൽ നിന്ന് മാറ്റണം, ഈ ജഡ്ജിയുടെ കോടതിയിൽ നിന്ന് മാറ്റണമെന്ന് ഇവരാവശ്യപ്പെട്ടു. പക്ഷേ ദിലീപിൻ്റെ വക്കീൽ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു, ഈ കോടതി തന്നെ മതി. അത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ, ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ആവശ്യം വന്നാൽ ജഡ്ജിയെ മാറ്റി കൊടുത്തൂടെ? അങ്ങനെ ഒരു ആലോചനയുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ അവരുടെ ഈ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് പറയാൻ അവകാശമുണ്ട്. നമ്മൾ കേൾക്കാൻ പറഞ്ഞോട്ടെ. എന്നാൽ ഭാഗ്യലക്ഷ്മിക്കോ പൃഥ്വിരാജിനോ സുപ്രിയ മേനോനോ ഒരാൾക്കും ഈ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ല. ഇതിനകത്ത് തർക്കമുണ്ട് സാറേ. ഇതിനകത്ത് തർക്കം എന്ന് പറഞ്ഞാൽ ഈ അതിജീവിത പറഞ്ഞതനുസരിച്ച് ഒരു ജഡ്ജിയെ വേണമെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ജഡ്ജിയെ തന്നെ വെച്ചത്. ആ ജഡ്ജി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ പുറകിലൊരു മാഫിയ ഉണ്ട്. കാരണം ഇതിനകത്ത് ഈ കേസ് വളരെ പൾസർ സുനിയെ പരിശോധിക്കും. പൾസർ സ്ഥിരം ക്രിമിനലാണ്. അയാളുടെ ഫോൾഡർ പരിശോധിച്ചോ? 100 കണക്കിന് സ്ത്രീകളുടെ നഗ്നചിത്രം കിടപ്പുണ്ട്. അതിനകത്ത് ഇവരുടെ പേര് മൈ എന്നാണ് ഇട്ടേക്കുന്നത്. ഇവരുടെ ഡ്രൈവർ ആയിരുന്നല്ലോ, ഡിയർന്ന് ഇട്ടേക്കുന്നു. ഈ പറയുന്ന ഡിയറിനെ ചോദ്യം ചെയ്താൽ അറിയാമല്ലോ ഇവൻ ക്രിമിനലാണെന്ന്, ഗൂഢാലോചന വേണ്ടെന്ന്. അപ്പം ഇവൻ സ്ഥിരമായിട്ട് ഇതുപോലെ നേരത്തെയും നേരെ നടിമാരെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുള്ളതിൻ്റെ പോലെ തെളിവുകൾ ഇതിനകത്തുണ്ട്. ഇവരെ അതുപോലെ പീഡിപ്പിച്ചത്. അപ്പം അതിനകത്ത് ഗൂഢാലോചന വേണ്ട, അതുകൊണ്ടാണ് മറ്റേ സ്ത്രീകളെ വിഷയം. അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറകിലൊരു മാഫിയ ഉണ്ടല്ലോ. ഇതിനകത്ത് ഉദ്യോഗസ്ഥ, DGP ആകേണ്ടിരുന്ന ഉദ്യോഗസ്ഥ, അവരില്ലാത്ത അന്വേഷണ സംഘത്തിനകത്ത് കയറിപ്പറ്റി ഇവരെ അറസ്റ്റ് ചെയ്തല്ലോ. അന്നേ ദുരൂഹം ഉണ്ടല്ലോ. അതിനുശേഷം മുഖ്യമന്ത്രിയെ അന്ന് ബോധ്യപ്പെടുത്തി. കാരണം ഈ കേസ് അത്രയ്ക്ക് വലുതായിരുന്നു. സാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അവർ പറഞ്ഞെന്തോ മുഖ്യമന്ത്രി എടുത്ത് തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏത് മുഖ്യമന്ത്രിയും പറയുമല്ലോ തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതിനുശേഷം 8 കൊല്ലം കൊണ്ട് തെളിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഇതിൻ്റെ പുറകെ പണം കൊണ്ട് നിന്നവർ, ദിലീപിനെ കുരുക്കാൻ നിന്നവർ, ഈ മാഫിയ കോടതിയിലും ശ്രമിച്ചു. ഹണി വർഗീസ് ആയതുകൊണ്ട് കോടതിയിൽ നടന്നില്ല. അതുകൊണ്ട് അതിജീവിത പറഞ്ഞു ഹണി വർഗീസിനെ മാറ്റണമെന്ന്. അങ്ങനെ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് പറഞ്ഞാലേ ഞാനൊരു പ്രതിയാ, ആ പ്രതി വന്ന് പറയുക എനിക്ക് ഔപര്യമായിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ, അവരെ മാറ്റിയാൽ അതൊന്നും നടക്കത്തില്ല. അവസാനിപ്പിക്കുമ്പോൾ എനിക്കിതിൽ ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം, ഞാൻ ധന്യ കൂടി ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഇതിൽ കൗതുകം തോന്നിയൊരു കാര്യം, ഇത് സ്ത്രീ അനുഭവിച്ച ഒരു കൊടിയ പീഡനത്തിൻ്റെ കഥയാണല്ലോ. സ്ത്രീയാണ് വാദിയും, സ്ത്രീയാണ് പ്രധാനപ്പെട്ട സാക്ഷികളും, അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ അവരാണല്ലോ. ഇവരേറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്ന 2 സ്ത്രീകൾക്കെതിരെയാണ്. ഒന്ന് ജഡ്ജിക്കെതിരാണ്, മറ്റേത് അന്വേഷണ ഉദ്യോഗസ്ഥയായ IGP സന്ധ്യക്കെതിരെയാണ്. സ്ത്രീകൾക്ക് സ്ത്രീകളെ തന്നെ വിശ്വാസമില്ല. അല്ല, IGP സന്ധ്യക്കെതിരെയല്ല, IGP സന്ധ്യ ഇവരുടെ കൂടാ അല്ല, സന്ധ്യ ശ്രീലേഖ, അതെ സന്ധ്യ ഇവരുടെ കൂടാ. ശ്രീലേഖക്കെതിരെ എന്തോ, ശ്രീലേഖ എന്ത് ചെയ്തു? അവർക്കന്ന് ഇതില് ഈ അങ്ങനെ നമുക്ക് ലിംഗപരമായി പോലും ഒരു വിവേചനം
ഊഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സങ്കീർണമാണ് ഈ കേസ്. എന്തായാലും കോടതി ലക്ഷ്യത്തിന് കേസ് വരട്ടെ, എത്രയും വേഗം വരട്ടെ. അതിനകത്ത് ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് സാറേ, ഇന്ന് ശ്രീലേഖ എന്ന ജയിലിൽ ചാർജുള്ള ഈ ഉദ്യോഗസ്ഥ IPS അവർ ഇന്ന് ജയിലിൽ യാദർച്ഛ്യമായിട്ട് പരിശോധിച്ചപ്പോൾ ദിലീപ് കിടന്നിടത്ത് ദിലീപിനെ വളരെ മോശമായിട്ട് മരിക്കുന്ന അവസ്ഥയിൽ കണ്ടു. ദിലീപ് എങ്ങനെ സാറേ മരിക്കുന്ന അവസ്ഥയിലാണ് ജയിലിൽ കിടക്കുന്നത്? അതുകൊണ്ട് രാഹുൽ ഈശ്വർ വയർ പോലെ ഉണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് വരുന്നു. അപ്പം അതെങ്ങനെയാ വന്നേ? എങ്ങനെയാ സാറേ വന്നേ? സാറ് സാറ് പറഞ്ഞാൽ കാരണം ബോധ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകണം. കാര്യമില്ലാത്ത കാര്യം പറയുന്ന ആളല്ല. അപ്പം ഇതിനകത്ത് പ്ലാൻഡ് ആയിരുന്നു. ഇതിനകത്ത് ആദ്യം തൊട്ട് അവസാനം വരെ പണം ഒഴുകിയിരുന്നു. ഹണി വർഗീസ് ആയതുകൊണ്ട് ആ പണം കൈപ്പറ്റാൻ പറ്റുന്നില്ല. രാമൻപിള്ളയെ അപ്പുറത്തുകൊണ്ട് കീറിമുറിച്ച് ചോദിച്ചു. കാരണം ഒരു വെള്ള പേപ്പറിൽ ഒരു തെളിവ് തരാൻ കോടതി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു വെള്ള പേപ്പറിൽ എന്തിയാ BMW, എന്തിയാ പൾസർ സുനിക്ക് കൊടുത്ത 1 ലക്ഷം രൂപ? ഒന്നിനും തെളിവില്ല സാറേ. അതുകൊണ്ടാണ് എന്തുകൊണ്ട് വിട്ടു? ഒന്നും തെളിവില്ല, എനിക്കൊന്നും ചെയ്യാം, അതുകൊണ്ട് വിട്ടു. അപ്പം അതുകൊണ്ട് വിട്ട കോടതി കൃത്യമായിട്ട് എല്ലാവർക്കും പരിശോധിക്കാവുന്ന രീതിയിൽ വെബ്സൈറ്റിൽ കിടക്കുമ്പോൾ താഴെ തട്ടത്ത് ഒട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ച് കലാപാഹ്വാനം നടത്തി ഈ രാജ്യത്തെയും ഒരുപക്ഷെ നമ്മുടെ കേരളത്തെയും നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തെയും എല്ലാം അവഹേളിക്കുന്ന ഈ ഭാഗ്യലക്ഷ്മി അതിനുവേണ്ടി ആളെ കൂട്ടുന്ന അവരെ അറസ്റ്റ് ചെയ്തേ മതിയാവൂ. ഇത് നമുക്ക് നല്ല സൈനല്ല. ഇതിന്റെ പുറകിൽ കൃത്യമായ രാജ്യവിരുദ്ധ ശക്തികൾ ചെയ്യുന്ന അതേ പണിയാണ് ഭാഗ്യലക്ഷ്മി. ദുർഭാഗ്യലക്ഷ്മിയാണ്. ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇവർക്ക് ഈ 65ാമത്തെ വയസ്സിൽ ഇതിന്റെ കാര്യം എന്താണെന്നുള്ള കാര്യം അറിയണം. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയല്ല. അവരൊന്നും സമ്മതിക്കുന്നില്ല. അവരൊന്നും സമ്മതിക്കുന്നു. പക്ഷെ ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. കോടതി എന്ത് പറഞ്ഞാലും സ്വമേധയാ കേസെടുത്ത് കോടതി ലക്ഷ്യത്തിന് കേസെടുത്ത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അകത്തിടണം. അതൊരു മാതൃകയാവണം. രാഹുൽ ഈശ്വറിനെ ചെയ്യാവുന്ന കോടതിക്ക് അതിനപ്പുറം ഇവരെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ കാര്യമാണ്.